കലീനയുടെയും മത്സ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് രേവതിക്കുട്ടിക്കാണെ വല്ലാത്തൊരു സങ്കടമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ചിന്നുമോളെ കുറിച്ചുള്ള ചിന്തകള്. ചിന്നുമോളെ ഒരാൾ ദത്തെടുക്കാനായിട്ട് വന്നിരിക്കുന്നു. ചിന്നുമോള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിന്നുമോളെ കാണാനായിട്ട് പറ്റുമോ? ആ ഒരു ടെൻഷൻ രേവതിക്കുട്ടിക്കുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒരുപക്ഷെ അവൾക്ക് കിട്ടാൻ പോകുന്ന ജീവിതം നല്ലതായിരിക്കും. അവൾക്ക് ഒരച്ഛനും അമ്മയൊക്കെ കിട്ടുമെന്നാണ് ത്യാഗഫലിലെ സിസ്റ്റർ പറഞ്ഞത്. അവൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. അവരുടെ സ്നേഹം എന്തെന്ന് അവൾ ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടുമില്ല. പക്ഷേ രേവതിക്കുട്ടിക്ക് അവളെ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കുഞ്ഞിനാളിലെ മുതൽ ഏറ്റവും കൂടുതൽ രേവതിക്കുട്ടിയാണ് അവളെ നോക്കിയത്. അലീനെ നോക്കുന്നേക്കാളും കൂടുതലായിട്ട് നോക്കിയത് രേവതിക്കുട്ടിയാണ്. അപ്പോൾ രേവതിക്കുട്ടിയോടൊപ്പം കിടന്നുറങ്ങിയത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. ത്യാഗഫലിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാം. എന്തോ ഒരു വല്ലാത്തൊരു ആത്മബന്ധം രേവതിക്കുട്ടി ചിന്നുമോളും തമ്മിലുണ്ടായിരുന്നാലും ചിന്നുമോൾക്ക് രേവതിക്കുട്ടി എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അലീനെ. പിന്നെ രേവതിക്കുട്ടി ഓർത്തു, അലീനേച്ചിയോട് പറയണം, സംസാരിക്കണം. അലീനേച്ചിയും കൂടെ ചോദിച്ചിട്ട് വേണം തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. നാളെ ആട്ടെ, രാത്രി വിളിച്ചിന് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. പനിയും കൂടെ പിടിച്ചിരിക്കുമല്ലേ എന്നോർത്തുകൊണ്ട് രേവതിക്കുട്ടി അന്നത്തെ ദിവസം അലീനെ വിളിച്ചതുമില്ല. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ അലീന എഴുന്നേറ്റു. അലീന എഴുന്നേറ്റ് പോയി കുളിയെല്ലാം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴത്തേനും കൃഷ്ണൻ ഭവിത ഉണ്ടായിരുന്നു താഴെ ഹാളിൽ. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭവിത ഇങ്ങനെ നോക്കി. ആ സമയം കൃഷ്ണമോള് ചോദിച്ചു, ഇതെന്താ അലീന ചേച്ചിയെന്ന് ചോദിച്ചു. എന്ത്? അല്ല, ചേച്ചിയോട് ആരാ പറഞ്ഞ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരാമെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ പനി നോക്കി കഴിഞ്ഞപ്പോൾ പനിയില്ലായിരുന്നല്ലോ. 98 ഡിഗ്രി അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓഹോ, അപ്പോൾ 98 ഡിഗ്രി ഉള്ളെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാം, അതാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. അത് കേട്ടപ്പോൾ ഭവിത പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ കട്ടിലേന്ന് കാല് താഴേക്കെടുത്ത് വെക്കലെന്ന് പറഞ്ഞല്ലേ, എന്നിട്ടാണ് തോന്നിയാസം. ഇനിയിപ്പം നമ്മളുടെ ആവശ്യമൊന്നും ഇല്ലായിരിക്കൂടി കൃഷ്ണേ, കാരണം എഴുന്നേറ്റ് നടക്കാറായല്ലോ. ഇപ്പം നമ്മളൊക്കെ എന്നൊരു വിലയായിരിക്കും, പുല്ല് വിലയാ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല, എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലോ എന്ന് ഓർത്തിട്ടാ. ഭവിത ചോദിച്ചു, ബുദ്ധിമുട്ടാന്ന് ഞങ്ങൾ പറഞ്ഞോ? ഞാനോ കൃഷ്ണയോ അച്ഛനോ രോത്തേണ്ണ ആരെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചു. ഇല്ല. പിന്നെ എന്തിനാ ഇറങ്ങി വന്നേന്ന് ചോദിച്ചു. തോന്നിയാസം കാണിക്കാനാണെങ്കിൽ കൃഷ്ണൻ, നമുക്കിനിയിപ്പം മൈൻഡ് ചെയ്യണ്ട, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ് ഭവിത. പെട്ടെന്ന് അലീനെ ഭവിതയുടെ അടുത്ത് വന്നിട്ട് ഭവിതയെ ചേർത്ത് പിടിക്കുകയാണ്. അതെ, എന്നോട് പിണങ്ങല്ലേ, സോറി. അത് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇനി ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ഇറങ്ങി വന്നല്ലേ. നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ പോകാനുള്ളല്ലേ രണ്ടുപേർക്കും. കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ടുപേരും നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. കൃഷ്ണമോട് പറഞ്ഞു, ഇത് വല്ല ഞങ്ങൾക്ക് കഷ്ടപ്പാടാണോ ചേച്ചി? ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല. എപ്പോഴാണെങ്കിലും ഞങ്ങളിതൊക്കെ ചെയ്ത് പഠിക്കണ്ടേ. എന്താണെങ്കിലും അലീനേച്ചിക്ക് 2 ദിവസം വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു. ഭാവിതേച്ചിയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പഠിച്ചു. അത് കേട്ടപ്പോൾ ഭവിത പറഞ്ഞു, അതൊക്കെ ശരിയാ, അതിൻ്റെ ക്രെഡിറ്റ് അലീനേച്ചിക്കാന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അതെ, ഇനിയെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. വേണ്ട, കൂടുതലൊന്നും പറയണ്ട, കയറി പോകാൻ നോക്ക്, മുറി പോയിരിക്കുക, കൃത്യസമയത്ത് ആഹാരമൊക്കെ കൊണ്ടു തന്നോളാന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ കയറി ഇറങ്ങി നടക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞു. ഇനി അച്ഛനെ വിളിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൃഷ്ണമോളും പേടിപ്പിക്കണം. ഇതെല്ലാം വൈജയന്തി മുറിയിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. വൈജയന്തിക്ക് സഹിച്ചില്ല. കാരണം അവളെ ഇപ്പോൾ രാജ്ഞിയെ പോലെ ഇവിടെ വാഴിച്ചുകൊണ്ടിരിക്കുക. ഭവിതയും കൃഷ്ണയൊക്കെ അവളെ നോക്കാനായിട്ട് മത്സരിക്കുന്നു. എന്ന് വെച്ചാൽ അവൾ ആരാന്ന് അവളുടെ വിചാരം? ഇവിടുത്തെ രാജകുമാരിയല്ലേ, തൻ്റെ മക്കളെല്ലാം അവൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഇവിടുത്തെ അധികാരം അവളുടെ കയ്യിലാണ്. അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പായിക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വൈജയുടെ മനസ്സിൽ. ഒടുവിൽ അലീന മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. കുറച്ച് കഴിയുമ്പോൾ ഭവിതയും കൃഷ്ണമോളും സ്കൂളിലും കോളേജിലൊക്കെ പോകാനായിട്ട് ഇറങ്ങുന്ന സമയം അലീനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതെ, മുറിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുകയും ചെയ്തേക്കരുത്. രോഹിത്തേട്ടൻ കൃത്യസമയത്തിന് ആഹാരം കൊണ്ട് തരും, അതൊക്കെ കഴിച്ച് മെഡിസിനൊക്കെ കഴിച്ച് മുറിയിൽ ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞു. ശരി, ഉത്തരവ് പോലെ അലീനയും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വൈജി ഇങ്ങനെ ആലോചിക്കുകയാണ്, അവളെ ഒന്ന് കാണണം, അവൾ ആരാന്ന് അവളുടെ വിചാരം. അലീനെ ഒന്ന് കണ്ട് 4 വർത്താനം പറയണം എന്ന് കരുതിയിട്ട് അലീന മുറിയിലേക്ക് വന്നു. വൈജയന്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീന ആദ്യം ഒന്ന് പതറി. കാരണം അതിങ്ങനെ വരാൻ വഴിയുള്ളതല്ല. വരുവാണെങ്കിൽ തന്നെ എന്തേലും ഉടക്കം ഉണ്ടാക്കാനോ വരാറുള്ളൂ. വന്നു കഴിഞ്ഞിട്ട് വൈജയന്തി ചോദിച്ചു, അതെ, നീ ആരാണ് നിന്റെ വിചാരം എന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, എന്താ മാഡം, ഒരു മാഡം? നീ കൂടുതലെൻ്റെ മാഡം വിളിക്കണ്ട. ഇപ്പം നീയല്ലേടി ഇവിടുത്തെ മാഡം, ഞാനല്ലല്ലോ. ഞാനിവിടുത്തെ വെറും അടിമ മാത്രമല്ലേ. അല്ലിപ്പോൾ എന്താ വേണ്ടേ? എടി,
നീ എൻ്റെ മക്കളെ കൈയും കാലും കാണിച്ച് വശത്താക്കി. എൻ്റെ മോനും എൻ്റെ ഭർത്താവും എല്ലാം ഇപ്പം നിന്നോടൊപ്പം തന്നെയാ. ഞാനിപ്പോൾ ഒറ്റയായി. ഇതിന് മാത്രം എന്താണ് നിനക്കുള്ളതെന്നൊക്കെ ചോദിച്ചു. അലീന പറഞ്ഞു, അതെ, ഞാൻ അവരെ കൈയും കാലും ഒന്നും കാണിച്ചിട്ടില്ല. അവർക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട്. അവരെ തിരിച്ചാ സ്നേഹം എനിക്ക് തരുന്നുണ്ട്. പിന്നെ സ്നേഹം എടി, ഞാൻ സ്നേഹം തന്നെ അടി കൊടുക്കണേ. എന്നിട്ട് എൻ്റെ മക്കൾ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നിനക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞപ്പോൾ നിന്റെ ചുറ്റും കൂടിയിരിക്കും അവര്. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര ദിവസമായി. എന്നെ അവർ മൈൻഡ് ചെയ്യുന്നുണ്ടോ? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതിനിപ്പോൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാഡം. എടി നശിച്ചവളെ, നീ ഇവിടെ നിന്ന് പോയി തന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ നീ ഈ വീട്ടിലേക്ക് കാലെടുത്ത് എന്ന് കുത്തിയോ അന്ന് തുടങ്ങിയതായി കുടുംബത്തിന്റെ കഷ്ടകാലം. കുടുംബത്തിന്റെ മാത്രമല്ല, എൻ്റെ കഷ്ടകാലം. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ ഈ വീട്ടിൽ ഞാനൊരു ശുദ്ധികാലസം നടത്തും. ചാണകവെള്ളം അടിച്ച് ഞാൻ തളിക്കൂടി. എന്നാലോ ഈ വീട്ടിൽ പിന്നെ ഒരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ആ ഒരു ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. അതെങ്ങനെയാ പിശാചെല്ലാം കയറിയിരിക്കണേ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, മാഡത്തിന് അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മാഡത്തിൻ്റെ മക്കളൊന്നും ഞാൻ കയ്യിലെടുത്തിട്ടില്ല. മാഡം അവരെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കുവാണെങ്കിൽ, കൊടുക്കേണ്ട സ്നേഹം കൊടുക്കുവാണെങ്കിൽ ആരാണെങ്കിലും വരും. അതെ, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട. നീ ഇവിടെ നിന്ന് പോയി തന്നാൽ മാത്രം മതി. അലീന പറഞ്ഞു, ഞാൻ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല മാഡം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മാഡം എന്നെ അന്വേഷിച്ച് വരില്ലേ. പിന്നെ പല കാര്യങ്ങളും അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യത്തിലും എന്നെ തേടി വരില്ല. പിന്നെ നിന്നെ തേടി വരാൻ നീ ആരാന്നാ? എന്നുവെച്ചാൽ നീ എൻ്റെ മോളാണോ? ഒന്ന് പോടി അവിടുന്ന്. നീ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാനിവിടെ പടക്കം പൊടിച്ച് ആഘോഷിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ മാഡത്തിൻ്റെ വെറും തോന്നൽ മാത്രമല്ലേ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്ന മാഡത്തിന് മാത്രമായിരിക്കും, വേറെ ആർക്കും ആയിരിക്കില്ല. പിന്നെ എന്നെ കാണണം തോന്നിയാലും വിളിക്കാനും വന്നേക്കരുത്, കാണാനും വന്നേക്കരുത് എന്നൊക്കെ അലീന ഭയങ്കര ഗാർദീനയായിട്ടാണ് പറയണത്. പക്ഷെ വൈജയന്തിക്ക് അതൊക്കെ കേട്ടിട്ട് കഴിയുമ്പത്തിന് അവളോട് ദേഷ്യമാണ് തോന്നുന്നത്. പിന്നെ നീ ആരാന്നൊരു മട്ടിലുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അലീന പറഞ്ഞു, അധിക കാലമൊന്നും ഞാനിവിടെ ഉണ്ടാകത്തില്ല. ഞാൻ എന്തായാലും ഇവിടുന്ന് പോകും. പക്ഷെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മാഡത്തിനായിരിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴല്ലെങ്കിലും പിന്നെ ഏതെങ്കിലും കാലത്ത് മാഡം എന്നെക്കുറിച്ച് ചിന്തിക്കും, എന്നെക്കുറിച്ച് ഓർത്ത് കരയുമെന്ന് പറഞ്ഞു. പിന്നെ കരയാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ ആരാ? ബാലേന്ദ്രൻ്റെ അപകീത സന്തതി അല്ലേടി നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്ത അങ്ങോട്ട് പറയാണ്. അലീന കൂടുതലൊന്നും പറയാൻ പോയില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പക്ഷെ അലീനയുടെ ചില വാക്കുകൾ വൈജയന്തിയുടെ മനസ്സിൽ കൊള്ളുന്നുണ്ട്. ഇവൾ ഇത്രമാത്രം ഉറപ്പോടെ പറയണമെങ്കിൽ ഇത്രയൊക്കെ ആയിട്ടും കരിങ്കല്ലിൻ്റെ കാറ്റ് പിടിച്ചവരെ അലീന നിൽക്കുന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു വൈജയുടെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈജി അങ്ങോട്ട് പോയി. അലീനയ്ക്ക് നല്ല സങ്കടമായി. ഈ കുടുംബത്തിൽ എല്ലാവർക്കും മാറ്റം ഉണ്ടായി. എന്തിനേറെ പറയുന്നു, ബബിത പോലും മാറി. ബബിതയ്ക്കൊന്നും ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. ബബിത മാറി, രോഹിത്ത് മാറി. എന്നിട്ടും മേഡത്തിന് മാത്രം ഒരു മാറ്റമില്ല. തൻ്റെ അമ്മയാണ് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ തിരിച്ചറിയുമായിരിക്കും. ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മയിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് താൻ ഇങ്ങോട്ടേക്ക് ഓടി വന്ന. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അതിനീ ജന്മത്തിലുണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. എന്തെങ്കിലും കാലത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവരുടെ പ്രതികരണം? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് നല്ല സങ്കടമായിരുന്നു. അങ്ങനെ അലീന ഇരിക്കുന്ന സമയത്താണ് രേവതിക്കുട്ടിയുടെ ഫോൺ കോൾ വരുന്നത്. രേവതിക്കുട്ടി അലീനയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. അതിനുശേഷമാണ് രേവതിക്കുട്ടി ആ കാര്യം പറയണേ. അതെ, എന്നെ ത്യാഗഫൗലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചിന്നുമോളുടെ കാര്യത്തെക്കുറിച്ച്. ചിന്നുമോളെ അന്വേഷിച്ച് ചിന്നുമോളെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് സിസ്റ്റർ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്താ അലീനേച്ചി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അലീനയ്ക്ക് ഒരു നിമിഷം വല്ലാത്തൊരു ടെൻഷനായി. അലീന ഇങ്ങനെ ഒരു വൈദ്യനെക്കുറിച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചിന്നിമോൾക്ക് ഒരു അച്ഛനെയും അമ്മയും കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവർ ദത്തെടുത്തോട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും? കാണാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അവർ കാണിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ചിലപ്പം എതിർക്കും. കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കാണാനും പറ്റില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. രേവതിക്കുട്ടി ചോദിച്ചു, എന്താ ചേച്ചി ചെയ്യണ്ടേ? പറ ചേച്ചി, എന്തൊന്നും മിണ്ടാത്തെ? എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി കരയുമ്പോഴത്തേനും അലീനെ സമാധാനിപ്പിക്കുകയാണ്. നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. അവൾക്കൊരു നല്ല ജീവിതം കിട്ടുന്നതാണെങ്കിൽ നല്ലതല്ലേ? അവളെ പഠിപ്പിക്കുകയും സ്വന്തം മോളെ പോലെ കരുതുകയും ചെയ്യുന്നതാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടല്ലേ? ഇപ്പം നമ്മളെ രണ്ടുപേരും ഒരു വീട്ടിൽ നന്നായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ അവൾക്കൊരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കൊടുക്കാൻ നമുക്ക് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അവർ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പനി കുറയട്ടെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ത്യാഗഫലിൽ പോയി അവളെ കാണാം എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടിയെ സമാധാനിപ്പിച്ചു. കോള് കട്ട് ചെയ്യണം. എന്നപ്പോഴും ആ സമയത്തും അലീനയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു ബുദ്ധിമുട്ട്.
ചിന്നുമോളെ നഷ്ടപ്പെടുവോ, പിന്നെ കാണാൻ പറ്റില്ലേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.